പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ യാത്രയാണ്. വി ഡി സതീശൻ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക്, വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക്, സാധാരണഗതിയിൽ അദ്ദേഹം പറവൂരിൽ നിന്ന് മാത്രമാണ് റിസൾട്ട് കാണാറ്. അതെ, ഇനി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനായിട്ടായിരിക്കുമോ അതല്ല നിയുക്ത മുഖ്യമന്ത്രിയായിട്ടാണ്? നിയുക്ത ധനമന്ത്രി ലോപാവാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ധനമന്ത്രി. വി ഡി സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര. നാളെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്നുകൊണ്ടായിരിക്കും വി ഡി സതീശൻ ഈ ഫലം അറിയുക അല്ലെങ്കിൽ കേൾക്കുക. അതിനുശേഷം അദ്ദേഹം KPCC ആസ്ഥാനത്തേക്ക് നാളെ പറയാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും പറയുന്നില്ല. പക്ഷേ രാവിലെ കന്റോൺമെന്റ് ഹൗസിൽ ഇരുന്നായിട്ടായിരിക്കും വി ഡി സതീശൻ കൗണ്ടിംഗ് കാണുക. കാരണം KPCCയിൽ ഒരു കൂട്ടം മുതിർന്ന നേതാക്കളുണ്ട്. അവിടെ രമേശ് ചെന്നിത്തല ഉണ്ടാവും, അവിടെ KC വേണുഗോപാൽ ഉണ്ടാവും, AK ആന്റണി ഉണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ ശേഷമായിരിക്കും അദ്ദേഹം KPCC. ഒരുപക്ഷെ UDF കേരളത്തിൽ വിജയിക്കുകയാണെങ്കിൽ നാളെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ ആരാണ് ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായിരിക്കും. പ്രതികരിച്ചേക്കാം. അതൊരു തന്ത്രപരമായ നീക്കമായിരിക്കും. കാര്യം AK ആന്റണി നാളെ ഇവിടെ എത്തും. കാര്യം AK ആന്റണി മുഖ്യമന്ത്രി പദത്തിലേക്കില്ലല്ലോ, ഒരു കണ്ടസ്റ്റ് ചെയ്യണല്ലോ. അല്ല, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ആദ്യം പ്രതികരിച്ച വേറെ നേതാക്കളാണ്. നാളെ പ്രതികരിക്കാൻ പോകുന്നത് ഫസ്റ്റ് നാളെ KC വേണുഗോപാൽ അവിടെ എത്തും. KPCC പ്രസിഡന്റും അവിടെയുണ്ട്. KC വേണുഗോപാൽ നാളെ ആദ്യം പ്രതികരിക്കാൻ സാധ്യത. ആദ്യ പ്രതികരണം നൽകുന്ന ആൾക്ക് ആദ്യ അല്ല, പക്ഷേ KC വേണുഗോപാലാണ് ആദ്യം പ്രതികരിക്കുന്ന ചില സൂചനകളുണ്ട് സ്മൃതി. കാര്യം അങ്ങനെയാണല്ലോ. അല്ല, വി ഡി സതീശൻ ഒരു കോമ്പറ്റീഷൻ നിൽക്കുന്നില്ല. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലാണെങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ അവിടെ ഉണ്ടാകും. അതാണ് അതിനകത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. കൗതുകകരമായ കാഴ്ചകൾക്കാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മണിക്കൂറുകൾക്ക് ശേഷം, അല്ലേ?